In this video, I would like to talk about a failure that taught me a valid lesson. Guys, finally ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റില് തോറ്റു, സത്യം തോറ്റു. അപ്പൊ ഞാൻ എന്താ ഉണ്ടായത്, എനിക്ക് എന്റെ കരിയറിൽ ഞാൻ ഇതുവരെ എവിടെയും ഫെയിൽ ആയിട്ടില്ല. CA ഫൈനലാണ് ഞാൻ ആദ്യമായിട്ട് ഫസ്റ്റ് അറ്റംപ്റ്റില് ഞാൻ ഫെയിലായി. ഞാൻ ഫസ്റ്റ് ഒന്ന് ഭയങ്കര സങ്കടമായി. ഓ ഈശ്വര, ഞാൻ തോറ്റു, ആദ്യമായിട്ടാണല്ലോ. പിന്നെ എനിക്ക് മനസ്സിലായി എന്താ കാട്ടണ്ടേ. നമ്മള് സങ്കടപ്പെട്ട് ഒരു കാര്യമില്ല. നമുക്ക് പറ്റിയ മിസ്റ്റേക്ക് എന്താണ്. ഞാൻ അന്ന് ഫസ്റ്റ് ഞാൻ അതൊന്ന് നോക്കി. ഞാൻ ആൻസർ പേപ്പർ അപ്ലൈ ചെയ്തു, എടുത്തു. എന്തൊക്കെ എനിക്ക് പറ്റിയ മിസ്റ്റേക്ക്, ഞാൻ എന്തൊക്കെ ചെയ്യാത്തത്, അങ്ങനെ ഞാൻ ഞാൻ 2-3 ദിവസം ഞാൻ ഇരുന്ന് നോക്കി. എനിക്ക് പറ്റിയ എല്ലാ മിസ്റ്റേക്കും ഞാൻ കണ്ടുപിടിച്ചു. ഫസ്റ്റ് നമ്മൾ തോറ്റു കഴിഞ്ഞാൽ നമ്മളെന്താ തളരരുത്. കാരണം CAക്ക് തോൽവി വന്നവര് അത് സ്വാഭാവികമാണ്. നമ്മൾ 10ാം ക്ലാസ്സും +2 പോലെയല്ല CA, അത്രയും പഠിക്കാണ്ടാവും. അപ്പൊ നമ്മൾ തോറ്റു വെച്ചിട്ട് നമ്മൾ തളരാൻ പാടില്ല. നമ്മൾ മിസ്റ്റേക്ക് കണ്ടുപിടിക്കുക. അപ്പൊ ഞാൻ കണ്ടെത്തിയ മിസ്റ്റേക്ക് പറഞ്ഞാൽ ഞാൻ RTP MTP നോക്കിയെന്നല്ല. ഫസ്റ്റ് അറ്റംപ്റ്റില് ഞാൻ വിചാരിച്ചു പോയി എഴുതാ, ഒരു വൈബ് പോയി എഴുതി. ഞാൻ നോക്കിയില്ല. പിന്നെ ഞാൻ എഴുതി പഠിച്ചില്ല. ഈ FR ഒക്കെ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയപ്പോ ഒക്കെ അറിയാൻ ഉത്തരവായിരുന്നു. പക്ഷെ എന്താ, എനിക്ക് സ്റ്റാർട്ടിങ് കിട്ടില്ല. അതെന്തുകൊണ്ടാ? ഞാൻ എഴുതി പഠിച്ചില്ല. എഴുതി പഠിക്കുകയാണെങ്കിൽ എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റ് ഞാൻ പാസ്സായേനെ. എനിക്ക് അറിയുന്ന എല്ലാ ക്വസ്റ്റ്യൻസ് ആണ് വന്നത് ക്വസ്റ്റ്യൻ പേപ്പറിൽ. പക്ഷെ എന്താ, എനിക്ക് എഴുതാൻ കഴിയണില്ല. അപ്പൊ ഫസ്റ്റ് മിസ്റ്റേക്ക് പറഞ്ഞാൽ ഞാൻ എഴുതി പഠിച്ചില്ല. സോ സെക്കൻഡ് അറ്റംപ്റ്റ് ഞാൻ ഫോക്കസ് ചെയ്ത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ എഴുതി പഠിച്ചു. സത്യം പറയാം, എഴുതി തന്നെ പഠിച്ചു. ഉള്ള എല്ലാ ക്വസ്റ്റ്യൻസ് അല്ല, എനിക്ക് തോന്നി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ എഴുതി തന്നെ പഠിച്ചു. അങ്ങനെ ഒരു മിസ്റ്റേക്ക് ക്ലിയർ ആയി. പിന്നെ രാവിലെ എണീച്ചിട്ട് ഞാൻ എന്താ കാണിച്ചറിയോ, ഞാൻ എന്റെ മറ്റേ ഫെയിൽ ഇതില്ലേ മാർക്ക് ഷീറ്റ് ഉണ്ടാവുമല്ലോ, തോറ്റേന്റെ സ്ക്രീൻഷോട്ട് ഉണ്ടാവും. ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ രാവിലെ നോക്കും. നോക്കിയിട്ട് ഞാൻ പറയും, ഇതിൽ ഒരു മാർക്ക് ഈ അറ്റംപ്റ്റ് ഞാൻ കൂടുതൽ വാങ്ങും. ഈ അറ്റംപ്റ്റ് ഉറപ്പാണ്. ഞാൻ ഒരു മാർക്ക് അറ്റേനി കോസ്റ്റ്. ഞാൻ 6 മണിക്ക് നീക്കുമ്പോൾ നീക്കാൻ കഴിയില്ല. രാവിലെ നല്ല തണുപ്പുള്ള സമയക്കാരന് നീക്കാൻ കഴിയുന്നില്ല. അപ്പൊ ഞാൻ എന്താ കാണിച്ചത്, ഇത് നീച്ചിട്ട് ഞാൻ ആദ്യം ഫോണിലേക്ക് ഫോട്ടോ നോക്കാം. എന്നിട്ട് ഞാൻ പറയും, ഒരു മാർക്ക് ഇത്തവണ ഞാൻ എല്ലാ വിഷയത്തിലും ഒരു മാർക്ക് ഞാൻ കൂടുതൽ വാങ്ങും. എനിക്ക് FRൽ എന്താ പറയുക, ഫസ്റ്റ് അറ്റംപ്റ്റിൽ മാർക്ക് നിങ്ങൾ കേൾക്കണം. 59 മാർക്ക്. ഒരു മാർക്ക് ഉണ്ട് എനിക്ക് എക്സംഷനാ. ആ ICAക്കാർ തന്നില്ല. എനിക്ക് സങ്കടമുണ്ട്, നല്ല സങ്കടമുണ്ട്. പക്ഷെ എന്താ, ഞാൻ തുടർന്നില്ല. ഞാൻ ഉറപ്പിച്ചു FRൽ എനിക്ക് എന്തായാലും ഇപ്രാവശ്യം 60 ഞാൻ വാങ്ങിയിരിക്കും. എനിക്ക് FR നല്ല ഈസിയുള്ള വിഷയമാണ്. 59 എനിക്ക് കിട്ടിയുള്ളൂ. എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ എന്തായാലും 60 വാങ്ങിയിരിക്കും. അങ്ങനെ എല്ലാ വിഷയത്തിനും ഒരു മാർക്ക്, അങ്ങനെ ഒരു മോട്ടിവേഷൻ കയറി. എനിക്ക് രാവിലെ നീക്കുക, ഒരു മാർക്ക് വാങ്ങും, പഠിക്കായിരിക്കും. അങ്ങനെയാണ് പഠിച്ചിരുന്നത്. അത് കഴിഞ്ഞിട്ട് എനിക്ക് റിസൾട്ട് വന്നപ്പോ എനിക്ക് FRൽ 65 മാർക്ക്. ഞാൻ പാസ്സായതല്ല നോക്കിയത്, എല്ലാ വിഷയം നോക്കി മാർക്ക് 65. ഓക്കെ, 5 മാർക്കല്ല 6 മാർക്ക് കൂടി, ഹാപ്പി ആയി. അങ്ങനെ നോക്കിയപ്പോ എല്ലാ വിഷയത്തിലും എനിക്ക്